ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ബോൺലെസ് ചിക്കൻ ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കോൺഫ്ലോറും ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ചൂടാക്കി അതിലേക്ക് ഉപ്പിട്ട് വെള്ളം നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഒരുപാടൊന്ന് വെന്തുടഞ്ഞു പോകരുത്. ഇനി പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 3 കോഴിമുട്ട, പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇനി ഇതേ പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് സവാള വഴറ്റി കൊടുക്കുക. ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള കോഴിമുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയാൽ മതി. അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് സോയ സോസും ടൊമാറ്റോ കെച്ചപ്പും ഒഴിച്ച് കൊടുത്തു. അതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്